Hi friends, welcome back to my channel Sims Nurses Corner. As usual, നമ്മളിവിടെ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റിൻ്റെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ 83 ഡേയ്സ് റിമൈനിങ് ഉള്ളൂ. അപ്പോൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, ട്രിപ്പിൾ ടെസ്റ്റ് ഇൻ സെക്കൻഡ് ട്രൈമസ്റ്റർ ഇൻക്ലൂഡ്. പ്രഗ്നൻസിയിൽ സാധാരണ ട്രിപ്പിൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. സെക്കൻഡ് മന്തിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഹൈ റിസ്ക് ഗ്രൂപ്പിനാണ് ചെയ്യുന്നത്. ഏതൊക്കെ ടെസ്റ്റാണ് അതിൽ വരുന്നത് എന്നുള്ളതാണ്. മെറ്റേണൽ സീറം ആൽഫ പ്രോട്ടീൻ, അൺകോൺജുഗേറ്റഡ് എസ്ട്രിയോൾ, HCG. ഓക്കെ, ഇതിൻ്റെ കൂടെ ഇപ്പോഴും ചോദിക്കുന്നത് ഈ 3 ഓപ്ഷൻസ് തന്നിട്ട് എക്സ്ക്ലൂഡ് ആയിട്ടുള്ളതും ചോദിക്കും. അതുപോലെ തന്നെ വേറെ 3 ഓപ്ഷൻസ് തന്നിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ളതും ചോദിക്കും. അതുകൊണ്ട് എല്ലാം ഓർത്ത് വയ്ക്കുക. മെറ്റേണൽ സീറം ആൽഫ ഫീറ്റോ പ്രോട്ടീൻ. ഓക്കെ, ദെൻ ഇത് സ്പൈന ബിഫിഡ, അതായത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ അൺകോൺജുഗേറ്റഡ് എസ്ട്രിയോൾ, HCG. ഓക്കെ, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സൈലന്റ് മിസ്കാരേജ്. വാട്ട് ഈസ് സൈലന്റ് മിസ്കാരേജ്? ദ ടൈപ്പ് ഓഫ് മിസ്കാരേജ് വെയർ ദി ഫീറ്റസ് ഈസ് ഡെഡ് ആൻഡ് റിട്ടൈൻഡ് ഇൻസൈഡ് ദി യൂട്രസ് ഫോർ എ വേരിയബിൾ പീരീഡ്. അതായത് മദർ അറിയില്ല മിസ്കാരേജ് നടന്നത്. ഓക്കെ, എ ടൈപ്പ് ഓഫ് മിസ്കാരേജ് വെയർ ദ ഫീറ്റസ് ഈസ് ഡെഡ് and retained inside the uterus for a variable period. That is called a silent miscarriage. Type of abortion ആണ്. Okay. Next, myasthenia gravis is due to. Myasthenia gravis is due to destruction of acetylcholine esterase receptors. Destruction of acetylcholine esterase receptors. Destruction കൊണ്ടുണ്ടാകുന്നതാണ് myasthenia gravis. Okay, it is an autoimmune disease also. ഓക്കെ, അൽഷിമേഴ്സ് ഓൾസോ ഒസറ്റൈകോളിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതാണ്. ബട്ട് അത് ഡിലേഡ് റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പ്ലാസെന്റൽ അബ്നോർമാലിറ്റി വിത്ത് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് റിട്ടൻഷൻ ഈസ്. പ്ലാസെന്റൽ അബ്നോർമാലിറ്റി വിത്ത് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് റിട്ടൻഷൻ ഇൻ പ്ലാസെന്റ സക്സിൻഡറേറ്റ. ഓക്കെ, പ്ലാസെന്റ സക്സിൻഡറേറ്റയ്ക്കാണ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് റിട്ടൻഷൻ ഉണ്ടാകുന്നത്. വൈ? ഇത് പ്ലാസെന്റ സക്സിൻഡറേറ്റയുടെ പിക്ചറാണ്. പ്ലാസെന്റ സക്സിൻഡറേറ്റ എന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് പ്ലാസെന്റൽ ഓർഗൻ സെപ്പറേറ്റ് ചെയ്ത് മാറും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം പ്ലാസെന്റ എക്സ്പെൽ ചെയ്ത സമയത്ത് ഈ ഒരു ബോഡി അവിടെ റിട്ടൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ ചാൻസ്. നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽസ് അത് ശ്രദ്ധിക്കില്ല. ആ ഒരു കാര്യം കൊണ്ടാണ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് റിട്ടൻഷൻ പ്ലാസെന്റ സക്സിൻഡറേറ്റയ്ക്ക് ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, if a woman in the first stage of labor without any complication, the frequency of recording fetal heart rate is. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ഉള്ള ഒരു വിമൺ വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ എത്ര ഇൻ്റർവെല്ലിൽ ഫീറ്റൽ ഹാർട്ട് മെഷർ ചെയ്യണമെന്നുള്ളതാണ്. എവറി 30 മിനിറ്റ്സ് ആണ്. ഓക്കെ, എവറി 30 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, മദർജിൻ യൂസ് ഇൻ ലേബർ. മദർജിൻ ഡ്രഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മാനേജ് പോസ്റ്റ് പാർട്ടം ഹെമറേജ്. പോസ്റ്റ് പാർട്ടം PPH മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെതർജിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, സയൻസ് ഓഫ് PCOD. വാട്ട് ഈസ് PCOD? പോളിസിസ്റ്റിക് ഒവാറിയൻ ഡിസീസ്. ഓക്കെ, PCOD. സയൻസ് ഓഫ് PCOD, ഒളിഗോ ഓർ അനോവുലേഷൻ, ഹൈപ്പർ ആൻഡ്രോജനിസം, മൾട്ടിപ്പിൾ സിസ്റ്റ് ഇൻ ഓവറി. ഓക്കെ, ഒളിഗോ ഓർ അനോവുലേഷൻ. ഒളിഗോ എന്ന് വെച്ചാൽ ഡിക്രീസ്ഡ് ഓവുലേഷൻ, ഓർ അനോവുലേഷൻ മീൻസ് ആബ്സെന്റ് ഓവുലേഷൻ. അതുകൊണ്ട് എന്താവും? മെൻസുറേഷൻ പീരീഡിന് ഡിലേ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഹൈപ്പർ ആൻഡ്രോജനിസം. മെയിൽ ക്യാരക്ടേഴ്സ് പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത്. ബേർഡിസം, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥ. മൾട്ടിപ്പിൾ സിസ്റ്റ് ഇൻ ഓവറി. അത് പേര് പോലെ തന്നെ പോളിസിസ്റ്റിക് ഒവാറിയൻ ഡിസീസ് ആണ്. മൾട്ടിപ്പിൾ സിസ്റ്റ് ഉണ്ടാവും USG എടുത്ത് നോക്കുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ICSI. എന്താണ് ICSI? Intracytoplasmic sperm injection. Okay, intracytoplasmic sperm injection. The assisted reproductive technology where spermatozoon is injected directly into the oocyte. Okay, oocyte-നകത്തേക്ക്, അതിൻ്റെ പിക്ചറാണ്. സ്പെർമാറ്റോസൈറ്റിനെ oocyte-നകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രൊസീജിയറിനാണ് ICSI എന്ന് പറയുന്നത്. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദി അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി വെയർ സ്പെർമാറ്റോസോൺ ഈസ് ഇഞ്ചക്റ്റഡ് ഡയറക്ട്ലി ഇൻ ദി oocyte. ഓപ്ഷൻസ് IVF, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ടാവും. അതിൽ കറക്റ്റ് ആൻസർ ICSI ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേയ്സ് ഒബ്സർവ്ഡ് ഓൺ. ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേയ്സ് ഒബ്സർവ്ഡ് ഓൺ 15th October. ഓക്കെ, 15th October ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഗേറ്റ്. വാട്ട് ഈസ് ഗേറ്റ്? പർട്ടിക്കുലർ മാനർ ഓർ സ്റ്റൈൽ ഓഫ് വാക്കിംഗ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ മാനർ അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് വാക്കിങ്ങിനെയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
Next, size of outer diameter of suction catheter for ET suctioning. ET suctioning ഉള്ള suction catheter ന്റെ outer diameter എത്ര ആകണം എന്നുള്ളതാണ്. Okay. Should not exceed half of the internal diameter of ET. ET or endotracheal tube. Okay. Should not exceed half of the internal diameter of ET tube. ET tube ന്റെ half diameter above ആകരുത്. അതാണ് അതിന്റെ റൂൾ. അതിനകത്ത് ഓപ്ഷൻസ് പലത് കാണും. സ്മോളസ്റ്റ് സൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ ലാർജസ്റ്റ് സൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹാഫ് സൈസ് ആയിരിക്കണം. അപ്പോൾ ഹാഫ് സൈസിന് ബിലോ ആയിരിക്കണം എപ്പോഴും അതിൻ്റെ ഡയമീറ്റർ. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, കെരാറ്റിനോസൈറ്റ്. ഇറ്റ് ഈസ് എ സെൽ ദാറ്റ് മാനുഫാക്ചേഴ്സ് ആൻഡ് സ്റ്റോർസ് പ്രോട്ടീൻ കെരാറ്റിൻ. ഓക്കെ, കെരാറ്റിൻ മാനുഫാക്ചർ ചെയ്യുന്ന സെല്ലിനെയാണ് കെരാറ്റിനോസൈറ്റ്. കെരാറ്റിൻ നമുക്കറിയാമല്ലോ, ഹെയറിലും നെയിലും ഒക്കെ ഉള്ളതാണ് കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഡെഡ് പ്രോട്ടീനാണത്. ഓക്കെ, അതിനെ കെരാറ്റിനോസൈറ്റ് എന്നുള്ള സെല്ലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹോർമോൺ ഇൻഹിബിറ്റ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഹോർമോൺ ഇൻഹിബിറ്റ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ, ദറ്റ് ഈസ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഓക്കെ, ഗ്രോത്ത് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്ന പ്രിവെന്റ് ചെയ്യുന്നത് സൊമാറ്റോസ്റ്റാറ്റിൻ ആണ്. ഓക്കെ, നമുക്ക് സൊമാറ്റോസ്റ്റാറ്റിൻ എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്, ബാലൻസ് ഉള്ള ഹോർമോൺസ് ഏതൊക്കെയാണെന്നും കൂടെ നോക്കാം. നമുക്ക് സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത് പാങ്ക്രിയാറ്റിക് സെൽസ് നിന്നാണ്. ഓക്കെ, പാങ്ക്രിയാറ്റിക് സെൽസ് നിന്നാണ് സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ആൽഫ സെൽസ്, ബീറ്റാ സെൽസ്, ഡെൽറ്റ സെൽസ്, എഫ് സെൽസ്, അങ്ങനെ 4 സെൽസാണ് പാങ്ക്രിയാസിനുള്ളത്. ആൽഫ സെൽസ് സെക്രീറ്റ് ഗ്ലൂക്കോഗോൺ. ഗ്ലൂക്കോഗോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആൽഫ സെൽസ് ആണ്. ദെൻ ബീറ്റാ സെൽസ് സെക്രീറ്റ് ഇൻസുലിൻ. ഇൻസുലിൻ specifically from islets of Langerhans. The question ആണ് islets of Langerhans. ബീറ്റാ സെൽസിലെ islets of Langerhans എന്നാണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. മേജർ ഫംഗ്ഷനും ഇൻസുലിൻ തന്നെയാണ് പാങ്ക്രിയാസിന്റെ. ദെൻ ഡെൽറ്റ സെൽ സെക്രീറ്റ് സൊമാറ്റോസ്റ്റാറ്റിൻ, ദാറ്റ് ഈസ് ഗ്രോത്ത് ഇൻഹിബിറ്റിക് ഹോർമോൺ. ഓക്കെ, എഫ് സെൽസ് പാങ്ക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്സ് എൻസൈംസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൽഫ സെൽസ് ഗ്ലൂക്കോഗോൺ, അതായത് എമർജൻസി കേസസിൽ ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന കണ്ടീഷനിൽ ഗ്ലൂക്കോഗോൺ സെക്രീറ്റ് ചെയ്യുന്നത് പാങ്ക്രിയാസ് ആണ്. അതുപോലെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് മൂന്നും പാങ്ക്രിയാസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, എപെക്സ് ഓഫ് ഹാർട്ട് മോസ്റ്റ്ലി ഫോംഡ് ബൈ. ഹാർട്ടിന്റെ എപെക്സ് എങ്ങനെയാണ് കൂടുതൽ വരുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് വരുന്നത്. ഓക്കെ, മോസ്റ്റ്ലി ഫോം ആയിട്ട് ഈ ഒരു പാർട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ഫോം ചെയ്യുന്നത്. ഷോർട്ട് ബോൺ എക്സാമ്പിൾ ആയിട്ടുള്ളത് ടാഴ്സൽസ് ഓഫ് ആംഗിൾസ്. നമ്മുടെ കാലിന്റെ വിരലുകളിലുള്ള ബോൺസ് ആണ് ഷോർട്ട് ബോൺസിന് എക്സാമ്പിൾ ടാഴ്സൽസ് ഓഫ് ആംഗിൾസ്. ഓക്കെ, നെക്സ്റ്റ് 16, ദി ക്വാഡ്രിസെപ്സ് ഫീമറിസ് മസിൽ ഹെൽപ്പ് ഇൻ ഫ്ലെക്ഷൻ ഓഫ് തൈസ്. അതായത് തൈസിന്റെ ഫ്ലെക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ഏതാണ്? റെക്ടസ് ഫിമോറിസ് ആണ്. ഓക്കെ, റെക്ടസ് ഫിമോറിസ് തൈസിന്റെ മസിൽസിനെ ഫ്ലെക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് റെക്ടസ് ഫിമോറിസ് ആണ്. നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് സെർവൈക്കൽ നെർവ്സ്. നമ്പർ ഓഫ് സെർവൈക്കൽ നെർവ്സ് എത്രയാണ്? 8 സെർവൈക്കൽ നെർവ്സ് ആണ്. ക്രേനിയൽ നെർവ്സ് അല്ല, സെർവൈക്കൽ നെർവ്സ് ആണ്. അത് ഓർത്ത് വെക്കണം. ടോട്ടൽ സ്പൈനൽ നെർവ്സ് 33 പെയർസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് സെർവൈക്കൽ പെയർസ് 8. 31 പെയേഴ്സ് ആണ് കേട്ടോ. സ്പൈനൽ നെർവ്സ് 31 പെയേഴ്സ് ആണ്. അത് ഏതൊക്കെയായിരുന്നു ഞാൻ ഇതിന് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. C18 ക്രേനിയൽ നെർവ്സ് സെർവൈക്കൽ നെർവ്സ് 18, തൊറാസിക് 12, ലംബാർ 5, സേക്രൽ 5, കോക്കിക്സ് 1, അങ്ങനെ 31 പെയേഴ്സ് ആണ് സെർവൈക്കൽ നെർവ്. ഓക്കെ, C18, L5, S5, C1. ഓക്കെ, T12, അങ്ങനെയാണ് സെർവൈക്കൽ നെർവ്സിന്റെ കൗണ്ടിങ്. 31 പെയേഴ്സ് ആണ്. ഓക്കെ, സിനോണിം ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ 2. ക്ലോട്ടിംഗ് ഫാക്ടർ 2ന്റെ സിനോണിം എന്താണ്? പ്രോത്രോംബിൻ ആണ്. ഓക്കെ, പ്രോത്രോംബിൻ ഈസ് ദി സിനോണിം ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ 2, പ്രോത്രോംബിൻ. നെക്സ്റ്റ് വൺ, ലാർജസ്റ്റ് ക്രേനിയൽ നെർവ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ക്രേനിയൽ നെർവ്? ഫിഫ്ത്ത് ക്രേനിയൽ നെർവ് ഓർ ട്രൈജെമിനൽ നെർവ് ഈസ് ദി ലാർജസ്റ്റ് ക്രേനിയൽ നെർവ്. സ്മോളസ്റ്റ് ഏതാണ്? ട്രോക്ലിയർ ആണ്. ഓക്കെ, സ്മോളസ്റ്റ് ട്രോക്ലിയർ ആണ്. ഞാൻ ഇതിനു മുന്നേ ക്രേനിയൽ നെർവ്സിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ അതൊന്ന് കാണണം. ടോട്ടൽ 12 ക്രേനിയൽ നെർവ്സ് ആണുള്ളത്. ഓക്കെ, സ്മോളസ്റ്റ് വൺ ട്രോക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. വിച്ച് ഈസ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയാസ്? ബാസിലസ്. ഓക്കെ, കോമ ഷേപ്ഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വിബ്രിയോ ആണ്. റോഡ് ഷേപ്ഡ് ബാസിലസ് ആണ്. ഓക്കെ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയാസ് ആർ ബാസിലസ്. Then Vidal test. Vidal test is used to identify typhoid fever. Okay, Salmonella typhi presence കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വൈഡാൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് അതൊരു എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഒന്ന് പറയുന്നതേ ഉള്ളൂ. വൈഡാൽ ടെസ്റ്റ് is used to identify Salmonella typhi typhoid fever. Okay, 1:8 ഒക്കെ വരുവാണെങ്കിൽ അത് പോസിറ്റീവ്
ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റ് കോംതെ. Father of sociology is Auguste Comte. Okay. Socialization is process of involving, inducting people to adapt with the situation. Society. Society ആയിട്ടൊരു പേഴ്സണെ അഡാപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഓപ്ഷൻസ് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. ഇൻഡക്റ്റിംഗ് പീപ്പിൾ ടു അഡാപ്റ്റ് സൊസൈറ്റി. സോഷ്യലൈസേഷൻ്റെ ഡെഫിനിഷൻ ഡിഫറൻ്റ് ആണ്. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഞാൻ എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പോളിയാൻഡ്രി. വാട്ട് ഈസ് പോളിയാൻഡ്രി? Polyandry, a form of marriage that joins one female with more than one male. Okay, ഒരു ഫീമെയിൽ മോർ ദാൻ വൺ മെയിലുമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് പോളിയാൻഡ്രി എന്ന് പറയുന്നത്. പോളിഗ്യാമി തിരിച്ചാണ്. ഓക്കെ, മെയിലിന് ഓർത്ത് വയ്ക്കുക. ഫീമെയിൽ മെയിൽസിൻ്റെ എണ്ണം കൂടുമ്പോൾ അത് പോളിയാൻഡ്രിയും, തിരിച്ച് മെയിൽസ് കുറവും ഫീമെയിൽസ് കൂടുതലാകുമ്പോൾ പോളിഗ്യാമിയാണ് വരുന്നത്. ഓക്കെ, നേരത്തെ വന്ന റെക്ടസ് ഫ്യൂമോറിസ് ഏത് മസിലാണെന്ന്? ഇതാണ് റെക്ടസ് ഫ്യൂമോറിസ്. ഉണ്ടോ? ഈ ഒരു മസിലാണ് റെക്ടസ് ഫ്യൂമോറിസ് എന്ന് പറയുന്നത്. ഇനി വാസ്റ്റസ് ലാറ്ററാലിസ്. നമ്മൾ ഇൻഫൻസിന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ IM ഇഞ്ചക്ഷൻ എടുക്കാൻ യൂസ് ചെയ്യുന്നത് വാസ്റ്റസ് ലാറ്ററാലിസ്. ഇതാണ് മസിൽ. ഇത് വാസ്റ്റസ് മീഡിയാലിസ്, വാസ്റ്റസ് ഇന്റർമീഡിയസ്. ഓക്കെ, ഇത് റെക്ടസ് ഫ്യൂമോറിസ്. ഇതാണ് തൈമസിൽ ഫ്ലെക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ട്രൈസെപ്സും ബൈസെപ്സും നോക്കി പോവാം. ട്രൈസെപ്സ് എന്ന് വെച്ചാൽ ഇത് ഒരു പേഴ്സൻ്റെ ബാക്ക് സൈഡ് ആണ്. ഓക്കെ, ബാക്ക് സൈഡ് ഓർത്ത് വയ്ക്കുക. ബാക്ക് സൈഡുള്ള മസിൽസിനാണ് ട്രൈസെപ്സ് എന്ന് പറയുന്നത്. ഇത് മൂവ്മെന്റ് ഓഫ് ഷോൾഡർ അല്ലെങ്കിൽ ഫ്ലെക്ഷൻ ഓഫ് ഷോൾഡർ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ട്രൈസെപ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ബൈസെപ്സ്. ബൈസെപ്സ് ഏതാണ്? ഫ്രണ്ടിൽ വരുന്നത്. നമ്മുടെ മസിൽ പിടിക്കുന്ന സമയത്ത് ഈ ഒരു കർവേച്ചർ ഇരിക്കുന്ന മസിലാണ് ബൈസെപ്സ് എന്ന് പറയുന്നത്. ഫ്ലെക്ഷൻ ഓഫ് എൽബോയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഫ്ലെക്ഷൻ ഓഫ് എൽബോയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന മസിൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഷോൾഡർ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന മസിൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രൈസെപ്സും ബൈസെപ്സും ആണ്. ഓക്കെ, അതുപോലെ തന്നെ തൈസിന്റെ ഫ്ലെക്ഷൻ റെക്ടസ് ഫീമോറിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മാൻ ആസ് എ സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. മാൻ ആസ് എ സോഷ്യൽ അനിമൽ അരിസ്റ്റോട്ടിലാണ്. കുറച്ച് സോഷ്യോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ യൂപ്നിയ. വാട്ട് ഈസ് യൂപ്നിയ? നോർമൽ ബ്രീത്തിങ് ഈസ് കാൾഡ് യൂപ്നിയ. യൂപ്നിയ മീൻസ് നോർമൽ ബ്രീത്തിങ്. അബ്നോർമൽ ബ്രീത്തിങ് ഞാനൊരു വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ബോർഡ് റെസ്പിറേഷൻ, ചൈൻ സ്ട്രോക്ക് റെസ്പിറേഷൻ, ഇതെല്ലാം എപ്പോഴും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, BMI കാൽക്കുലേഷൻ. ഓക്കെ, BMI കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഇക്വേഷൻ. വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെയിറ്റ് 65 kg ആണെങ്കിൽ 65 kg ഉള്ള ഒരാൾക്ക് ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 1.65 ആണ് മീറ്റർ. ഓക്കെ, 165 സ്ക്വയർ. ഇതാണ് അതിൻ്റെ BMIയുടെ കാൽക്കുലേഷൻ. ഓക്കെ, BMI കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1.65 ഇൻറ്റു 1.65 65 divided by 2.72 എന്ന് വരും. ഓക്കെ, സോ 23.8 വരും ഈ ഒരു BMIയുടെ ആൻസർ. ഓക്കെ, 23.8. നോർമൽ BMI എത്രയാണ്? 23.8. നോർമൽ BMI കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. 18.5 ബിലോ ആയിട്ടുള്ളത് അണ്ടർ വെയിറ്റ് ആണ്. ഓക്കെ, 18.5 ബിലോ അണ്ടർ വെയിറ്റ്. 18.5 മുതൽ 24.9 വരെ നോർമൽ വെയിറ്റ് ആണ്. ഓക്കെ, ഇതിപ്പോൾ നോർമൽ വെയിറ്റിലാണ് വരുന്നത്. 18.5 to 24.9 നോർമൽ വെയിറ്റ് ആണ്. 24.9 to 29.9 ഓവർ വെയിറ്റ് ആണ്. ഓവർ വെയിറ്റ്. ഓക്കെ, ഇനി 30 and 30 above വരുന്നത് ഒബീസ് ആണ്. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ക്ലാസിഫിക്കേഷൻ BMI ആയിട്ട്. 18.5 ബിലോ ആയിട്ടുള്ള അണ്ടർ വെയിറ്റ്, 18.5 to 24.9 നോർമൽ വെയിറ്റ്, 25 to 29.9 ഓവർ വെയിറ്റ്, ആൻഡ് 30 and above 30 ഒബീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, IV solution with 0.45% sodium chloride. Okay, IV solution with 0.45% sodium chloride എന്തിന് എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണ്. അതിന് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് തരാം. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എക്സാമ്പിൾ നോർമൽ 0.9% ആണ് വരുന്നത് സോഡിയം ക്ലോറൈഡ്. ഇതാണ് നോർമൽ സൊല്യൂഷൻ, അതായത് ഐസോട്ടോണിക് സൊല്യൂഷൻ എക്സാമ്പിൾ. അതിന് താഴെയുള്ള 0.45 ഹൈപ്പോട്ടോണിക്കും ഇതിന് എബോവ് ആയിട്ടുള്ളതെല്ലാം ഹൈപ്പോട്ടോണിക്കുമാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിഗർ മോർട്ടിസ്. വാട്ട് ഈസ് റിഗർ മോർട്ടിസ്? സ്റ്റിഫ്നെസ് ഓഫ് ബോഡി occur after 2 to 4 hours ഓഫ് ഡെത്ത്. ഡെത്ത് ആയിക്കഴിഞ്ഞ് 2 to 4 hours കഴിയുമ്പോൾ ബോഡി
സ്റ്റിഫ് ആവുന്ന ഒരു കണ്ടീഷനാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആൾഗർ മോർട്ടിസ്. ആൾഗർ മോർട്ടിസ് എന്താണ്? ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ആഫ്റ്റർ ഡെത്ത് ആയി കഴിഞ്ഞതിന് ശേഷം ബോഡി ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് കോൾഡിലേക്ക് വരുന്ന ആ കണ്ടീഷനാണ് ആൾഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ്സിനെയാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നതിന് ആൾഗർ മോർട്ടിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കുസുമോൾ ബ്രീത്തിങ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കുസുമോൾ ബ്രീത്തിങ് ഏത് ഡിസീസ് കണ്ടീഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഡയബറ്റിക് കീറ്റോസിഡോസിനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് കുസുമോൾ ബ്രീത്തിങ്. കുസുമോൾ ബ്രീത്തിങ് വെച്ചാൽ ഫാസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ്ങും ആയിരിക്കും. ഫാസ്റ്റ് ഡീപ്പ് ബ്രീത്തിങ്ങിനെയാണ് കുസുമോൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. വൈ? നമുക്കറിയാം ഡയബറ്റിക് കീറ്റോസിഡോസിൽ ബോഡിയിൽ അസിഡോസിസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനൊരു ബഫറിങ് ആക്ഷൻ ആയിട്ട് നമ്മൾ കൂടുതൽ ബ്രീത്ത് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴും ഒരു അസിഡോസിസ് ഉണ്ടാകുന്നതാണല്ലോ, ആസിഡിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പെൽ ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനാണ് കുസുമോൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് ഔട്ട് ചെയ്യുമ്പോൾ ബഫർ ചെയ്ത് ആൽക്കലൈൻ നേച്ചറിലേക്ക് കൊണ്ടുവരാൻ pH കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് കുസുമോൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇതിന് ഫ്രൂട്ടി ഓർഡർ ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്രൂട്ടി ഓർഡർ ക്വസ്റ്റ്യൻ ആണ്. ഫ്രൂട്ടി ഓർഡർ ഡയബറ്റിക് കീറ്റോസിഡോസിസ് കുസുമോൾ ബ്രീത്തിങ്ങിൻ്റെ വേവ് ഫോം അല്ല, ഡീപ്പ് ആൻഡ് ഫാസ്റ്റ് ബ്രീത്തിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ കാർമിനേറ്റീവ് എനിമ. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ആൻറ്റിസ്പാസ്മോഡിക് എനിമ. ഓക്കെ, ആൻറ്റിസ്പാസ്മോഡിക് എനിമയാണ് കാർമിനേറ്റീവ് എനിമ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇലക്ട്രോലൈറ്റ് ഡസ് ഇൻസുലിൻ ഹെൽപ്പ് ടു മൂവ് ഇൻ ടു ദ സെൽ. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സ് ഇൻസുലിനെ സെല്ലിനകത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? പൊട്ടാസ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊട്ടാസ്യം ഹൈപ്പർ കലീമിയ ഉള്ള പേഷ്യന് ഇൻസുലിൻ ഡെക്സ്ട്രോസ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടും ഇൻട്രാസെല്ലുലർ എക്സ്ട്രാസെല്ലുലർ മാറി പൊട്ടാസ്യത്തിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് പൊട്ടാസ്യം കറക്ഷൻ നമ്മൾ ഇൻസുലിൻ ഡെക്സ്ട്രോസ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെ നമ്മൾ പറയുന്നതാണ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ എക്സാമ്പിൾ എന്താണ്? നെഫ്രോട്ടിക് സിൻഡ്രോം. ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ട്. അതായത് ഹൈപ്പോ ആൽബുമിനീമിയ, ഹൈപ്പർ ലിപ്പിഡീമിയ, ഫ്രോത്തി യൂറിൻ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് വരുന്നതാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ദി പൊസിഷൻ ഇൻ വിച്ച് പേഷ്യൻ്റ് ഈസ് അറ്റ് ഹയർ റിസ്ക് ഓഫ് ഷിയറിംഗ് ഫോഴ്സ്. ഓക്കെ, ഷിയറിംഗ് ഫോഴ്സിന് ഹൈ റിസ്ക് ഉള്ള പൊസിഷൻ ഏതാണെന്നുള്ളത് ഹൈ ഫൗളേഴ്സ് പൊസിഷനാണ്. എന്താണ് ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഞാൻ ഇമേജ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് നമ്മൾ ഹൈ ഫോളോവേഴ്സിൽ പേഷ്യൻ്റ് ഇരുത്തുന്ന ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പേഷ്യൻ്റ് ഇരിക്കുന്നതെങ്കിൽ ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുന്നില്ലേ, ഒരു ഷിയർ ചെയ്ത് താഴേക്ക് ഒരു പ്രഷറും അതുപോലെ തന്നെ ഫ്രിക്ഷൻ രണ്ടും ഒന്നിച്ചുണ്ടാകുന്നൊരു സ്റ്റേജാണ്. ആ സമയത്ത് ബെഡ് സോർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ഫോഴ്സാണ് ഈ ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഹൈ ഫോളോവേഴ്സ് പൊസിഷനിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്ലൂയിഡ് കാൽക്കുലേഷൻ. ഫ്ലൂയിഡ് കാൽക്കുലേഷൻ്റെ ഫോർമുലയാണ്. ഓക്കെ, ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് യൂഷ്വലി നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ വരുന്നത്. ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ്. എങ്ങനെയാണ് ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ടോട്ടൽ വോളിയം എത്ര ml ആണോ ഫ്ലൂയിഡ് നമുക്ക് കയ്യിലുള്ളത്, എക്സാമ്പിൾ 500 ml അല്ലെങ്കിൽ 1000 ml എത്രയാണോ ആ ഫ്ലൂയിഡിൻ്റെ കാൽക്കുലേഷൻ. ഇനി ഡ്രോപ്പ് ഫാക്ടർ, അഡൾട്ട് ഡ്രോപ്പ് ഫാക്ടർ എപ്പോഴും 15 ആയിട്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പീഡിയാട്രിക് അല്ലെങ്കിൽ മൈക്രോ ട്രിപ്പിൽ വരുന്നത് 60 ആണ്, 60. മൈക്രോ ട്രിപ്പിൽ 60യും നമ്മൾ നോർമൽ IV സെറ്റിൽ ഡ്രോപ്പ് ഫാക്ടർ 15ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടൈം ഇൻ മിനിറ്റ്സ് എത്ര ടൈമാണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഡ്രോപ്സ് ഇൻ മിനിറ്റ് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടോട്ടൽ വോളിയം 500 ml ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 500 ml NS ഓവർ 5 hours ആണ്. ഓക്കെ, 5 hours ആണ് വരുന്നത്. 500 ml NS ഓവർ 5 hours എഴുതി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഡ്രോപ്സ് പെർ മിനിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. 500 ബൈ എത്രയാണ് ടൈം ഇൻ മിനിറ്റ്സ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, 5 hours ആണ്. അപ്പോൾ 5 hours-നെ നമുക്ക് മിനിറ്റ്സിലേക്ക് ആക്കണം. അപ്പോൾ 5 × 60. ഓക്കെ, ഇതിൻ്റെ ഡ്രോപ്പ് ഫാക്ടർ എപ്പോഴും അഡൾട്ടിനാണെങ്കിൽ 15 ആണ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ 15 4 50 500 ബാർ 20 അല്ലെങ്കിൽ ഒന്നുകൂടെ കട്ടാവും. ഓക്കെ, 100 ബാർ 4 എത്ര വരും? 25 ഡ്രോപ്സ് എന്ന് വരും. 2 5. ഓക്കെ, 25 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ ആൻസർ. എക്സാമ്പിൾ പറഞ്ഞതാണ് 25 ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് നമ്മളൊരു 500 ml 5 hours കൊണ്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറഞ്ഞാലുള്ള ഫോർമുല. ഓക്കെ, ഡൗട്ട്സ് ഉള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു വരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐസോട്ടോണിക് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് നോക്കിയാൽ പോകാം. ഐസോട്ടോണിക് എന്ന് വെച്ചാൽ ബ്ലഡുമായിട്ട് സെയിം ടോണിസിറ്റി ഉള്ള ഫ്ലൂയിഡ്സിനെയാണ് ഐസോട്ടോണിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ 0.9% സോഡിയം ക്ലോറൈഡ്, ട്രിങ്ങർ ലാറ്റേറ്റ്. ഓക്കെ, 5% ഡെക്സ്ട്രോസ് ഇൻ വാട്ടർ. ഇതെല്ലാം നമുക്ക്
5D എന്ന് എഴുതിയിരിക്കില്ലേ, അതെല്ലാം ഐസോട്ടോണിക്കിന് എക്സാമ്പിളാണ്. ഓക്കെ, 5D ഐസോട്ടോണിക്കിന് എക്സാമ്പിളാണ്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, നമുക്ക് ഡൗട്ടും വരുന്നതാണ്. 5D ഐസോട്ടോണിക്കാണ്. നെക്സ്റ്റ് വൺ ഹൈപ്പോട്ടോണിക് 0.45% NaCl, 0.33%, 0.2%, 2.5% എക്സ്ട്രോസ്. ഓക്കെ, ഇതിൽ 0.45 2.5% എക്സ്ട്രോസും യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഇതിൽ 3% NaCl. നമ്മൾ ഹൈപ്പോനെട്രീമിയ ഉള്ള പേഷ്യൻറ്റ്, മാർക്കറ്റ് സിംറ്റംസ് ഉള്ള ഹൈപ്പോനെട്രീമിക് പേഷ്യൻറ്റിന് 3% NaCl നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യാറുണ്ട്. അതിന് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എക്സാമ്പിളാണ്. അതുപോലെ ഗ്രേറ്റർ ദാൻ 5% എക്സ്ട്രോസ്. ബാക്കി 5% സോഡിയം ക്ലോറൈഡ്, 0.9% എബോവ് ആയിട്ടുണ്ടെന്നെല്ലാം ഹൈപ്പർട്ടോണിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നേരത്തെ പറഞ്ഞ കുസുമോൾ ബ്രീത്തിങ്, നോർമൽ ബ്രീത്തിങ്. നോർമൽ ബ്രീത്തിങ്ങിൻ്റെ ഡെപ്ത് ഇങ്ങനെയാണ്. കുസുമോളിന് കണ്ട ഡെപ്ത് കൂടുതലാണ്. ഓക്കെ, ഡെപ്ത് ഓഫ് ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യും. അതാണ് കുസുമോൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഡയബറ്റിക് കീറ്റോസിഡോസിനാണ് മെയിനായിട്ട് കാണുന്നത്. ഇനി ടൈപ്സ് ഓഫ് എനിമ ജസ്റ്റ് ഒന്ന് പറയാം. റിട്ടൻഷൻ എനിമ സോഫ്റ്റ് സ്റ്റൂൾസ് ആസ് ഓയിൽ ഈസ് അബ്സോർബ്ഡ്. ഓക്കെ, നമ്മൾ അവിടെ റീറ്റൈൻ ചെയ്യുവാണ് എനിമ. ഓയിൽ അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റൂളിനെ സോഫ്റ്റൻ ചെയ്യുന്നതാണ് റിട്ടൻഷൻ എനിമ. ദെൻ ക്ലെൻസിങ് എനിമ സ്റ്റിമുലേറ്റ്സ് പെരിസ്റ്റാൾസിസ് ത്രൂ ഡിസ്റ്റൻഷൻ ആൻഡ് ഇറിറ്റേഷൻ ഓഫ് കോളൻ ആൻഡ് റെക്ടം. അതായത് ക്ലീൻ ചെയ്യുന്നു. പ്രോട്ടോക്ലൈസിസ് എനിമയൊക്കെ ക്ലെൻസിങ് എനിമയ്ക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ ഡിസ്റ്റൻഷൻ റിഡക്ഷൻ എനിമ റിലീവ്സ് ഡിസ്കംഫോർട്ട് ഫ്രം ഫ്ലാറ്റസ് ആൻഡ് കോസിങ് ഡിസ്റ്റൻഷൻ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാർമിനേറ്റീവ് എനിമ അല്ലെങ്കിൽ ആൻറ്റിസ്പാസ്മോഡിക് എനിമയ്ക്ക് എക്സാമ്പിളാണെന്ന് പറഞ്ഞില്ലേ, കാർമിനേറ്റീവ് എനിമ. അത് ഡിസ്റ്റൻഷൻ റിഡക്ഷൻ എനിമയ്ക്കുള്ള എക്സാമ്പിളാണ്. ഓക്കെ, ഫ്ലാറ്റസ് കോസിങ് ഡിസ്റ്റൻഷനെ റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ മെഡിക്കേറ്റഡ് എനിമ സൊല്യൂഷൻ വിത്ത് ഡ്രഗ്സ് ടു റെഡ്യൂസ് ബാക്ടീരിയ ഓർ റിമൂവൽ പൊട്ടാസ്യം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന എനിമ മെഡിക്കേറ്റഡ് എനിമ. ദെൻ ഡിസ്പോസിബിൾ എനിമ ഓർ സ്മോൾ ഓളി എനിമ സ്റ്റിമുലേറ്റ്സ് പെരിസ്റ്റാൾസിസ് ബൈ ആക്ടിങ് ആസ് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു എനിമയാണ് ഡിസ്പോസിബിൾ എനിമ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇൻട്രാസെല്ലുലർ എക്സ്ട്രാ സെല്ലുലർ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒരു പിക്ചറാണ്. നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ ഇൻസുലിൻ്റെയും കറക്ഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് പ്രോട്ടീൻസ് എല്ലാം ഇൻട്രാസെല്ലുലർ ആണ്. സോഡിയം, ഹൈകാർബണേറ്റ് പ്രോട്ടീൻസ്, ക്ലോറിൻ എല്ലാം എക്സ്ട്രാ സെല്ലുലർ ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇത് ഓർത്ത് വയ്ക്കുക, അത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇൻട്രാസെല്ലുലർ എക്സാമ്പിൾ, അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലറിന് എക്സാമ്പിൾ. പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് പ്രോട്ടീൻസ് എല്ലാം ഇൻട്രാസെല്ലുലർ ഇലക്ട്രോലൈറ്റ്സും ബാക്കിയുള്ളതെല്ലാം എക്സ്ട്രാ സെല്ലുലർ ഇലക്ട്രോലൈറ്റ്സുമാണ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ ഷിയറിംഗ് ഫോഴ്സ് ഇല്ലേ, ഷിയറിംഗ് ഫോഴ്സ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു തന്നല്ലോ, അത് തന്നെ കാര്യം. ഹൈ ഫോളേഴ്സിൽ ഇരിക്കുന്ന സമയത്ത് ഷിയർ ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്ത് പേഷ്യൻറ്റിന് മൂവ് ചെയ്ത് ബെഡ് സോർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബെഡ് സോറിൻ്റെ പ്രോൺ പൊസിഷൻ, ഒരു സുപ്പൈൻ പൊസിഷനിൽ കിടക്കുന്ന ആളിന് ഹെഡ്, സ്കാപ്യുള, എൽബോസ്, ബട്ടക്സ്, ഹീലിൻ്റെ പാർട്ട്, അതുപോലെ തന്നെ സൈഡ് ലൈനിൽ ഏതൊക്കെ പൊസിഷനാണോ അറ്റാച്ച് ചെയ്യുന്നത് ആ പൊസിഷൻസ് എല്ലാം പേഷ്യൻറ്റിന് പ്രോൺ ടു ബെഡ് സോർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ അബ്സോർട്ടീവ് ഡ്രസ്സിംഗ്. വാട്ട് ഈസ് അബ്സോർട്ടീവ് ഡ്രസ്സിംഗ്? ഇറ്റ് ഇസ് യൂസ്ഡ് ടു റിമൂവ് ഡ്രെയിനേജ് ഫ്രം വൂണ്ട്, എസ്പെഷ്യലി ബെഡ് സോർ. അതായത് ഡ്രെയിനേജ് ഉള്ള ബെഡ് സോർ വൂണ്ടിന് നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സിംഗ് ആണ് അബ്സോർട്ടീവ് ഡ്രസ്സിംഗ്. എസ്പെഷ്യലി ബെഡ് സോർ ഒക്കെ വരുന്ന സമയത്ത് ഡ്രെയിനേജ് ഉണ്ടാവും, അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ആണ് അബ്സോർട്ടീവ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡ്രസ്സിംഗ് യൂസ്ഡ് ടു റിമൂവ് ഡ്രെയിനേജ് ഫ്രം വൂണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ അബ്സോർട്ടീവ് ഡ്രസ്സിംഗ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ എംബാമിങ്. ഇതും അതുപോലെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പ്രോസസ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്. എംബാമിങ് എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷൻ ഇൻ ടു ദ ഇന്റേണൽ എൻവയോൺമെന്റ് ഓഫ് ദി ബോഡി വെൻ സംവൺ പാസസ് അവേ. നമ്മൾ പുറത്ത് ദുബായ്സിലും അതർ കൺട്രീസിൽ നിന്നുള്ള പേഷ്യൻസ് വരുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് നോർമൽ ബ്ലഡിനെ ഒരു എംബാമിങ് ഫ്ലൂയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വേറൊരു വഴി നോർമൽ ബ്ലഡിനെ എടുത്ത് കളയുവാണ് ചെയ്യുന്നത്, ഔട്ട് ചെയ്യും. ഒരു സൈഡിൽ കൂടെ നോർമൽ ബ്ലഡ് ഈ എംബാമിങ് ഫ്ലൂയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അടുത്ത സൈഡിൽ കൂടെ ബ്ലഡിനെ, അപ്പോൾ അങ്ങനെ ബ്ലഡ് സക്ഷൻ ചെയ്ത് കളയുന്നൊരു കണ്ടീഷനാണ്. ബോഡി ഡീക്കേ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. എംബാമിങ് ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് എംബാമിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ അബ്ഡക്ഷൻ. വാട്ട് ഈസ് അബ്ഡക്ഷൻ? ഒരു മൂവ്മെൻ്റ് ആണ്, ജോയിൻസിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് മിഡ് മിഡ് ലൈൻ ഓഫ് ദി ബോഡിയിൽ നിന്ന് എവേ ജോയിൻറ്റ്സ് മൂവ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, അപ്പം പിക്ചർ വെച്ച് പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് അഡക്ഷൻ അബ്ഡക്ഷൻ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മാറിപ്പോവും. ഒന്നുമില്ല, ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഒരു എളുപ്പവഴിയുണ്ട്.
ആഡ് എന്ന് ഓർത്ത് വയ്ക്കുക. അഡക്ഷനും അബ്ഡക്ഷനും എന്ന് പറയുന്നത്. ആഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ബോഡിയോട് ആഡ് ചെയ്യുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. ബോഡിയിലേക്ക് ചേർന്ന് വരുന്നു, മിഡ് ലൈനിലേക്ക് ചേർന്ന് വരുന്നു, അത് ആഡും. എവേ ഫ്രം ദി ബോഡി അബ്ഡക്ഷനും എന്ന് ഓർത്ത് വയ്ക്കുക. ആഡ് എന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. ആഡ് ചെയ്യുന്നത് ബോഡിയോട് നമ്മുടെ ജോയിൻസിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കുക, അത് അഡക്ഷൻ. നെക്സ്റ്റ് വൺ HbA1c. HbA1c എന്തിന് യൂസ് ചെയ്യുന്നു? ഗ്ലൈക്കോലേറ്റഡ് ഹീമോഗ്ലോബിൻ. ഓക്കെ, അതാണ് HbA1c എന്ന് പറയുന്നത്. അത് റിഫ്ലക്റ്റിംഗ് ഡയബറ്റിക് കൺട്രോൾ ഓഫ് പാസ്റ്റ് 3 months. നമ്മുടെ ഒരു ഡയബറ്റിക് കൺട്രോൾ ഉള്ള പേഷ്യൻ്റ്, ഡയബറ്റീസ് ഉള്ള പേഷ്യൻറ്റിന് ലാസ്റ്റ് 3 months എങ്ങനെ കൺട്രോൾ ഉണ്ടായിരുന്നു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. ഓക്കെ, HbA1c നോർമൽ വാല്യൂ 5.5-ന് 6.5-ന് ബിലോ ആണെങ്കിൽ നോർമലാണ്. ഇനി 6.5-ഉം 7 വരെ, സോറി 5. അപ്പോൾ HbA1c നോർമൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിലും ഓരോ മെഷീൻ്റെ ഇതനുസരിച്ചാണ് വരുന്നത്. നോർമലി പറയുകയാണെങ്കിൽ 6-ന് ബിലോ ആയിട്ടുള്ളത് നോർമലായിട്ടും 6 to 7 ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷനായിട്ടും 7 എബോവ് ഡയബറ്റിക് കണ്ടീഷൻ അൺകൺട്രോൾ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, 6-ന് ബിലോ നോർമൽ, 6 to 7 പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ഉള്ള HbA1c ആണ്. 7 എബോവ് ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ കോപ്ലിക് സ്പോട്ട്. വാട്ട് ഈസ് കോപ്ലിക് സ്പോട്ട്? മീസിൽസിൽ കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ ഡയഗ്നോസിസ് ആണ് ഈ കോപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത്. മൗത്തിലാണ് ഇത് കാണുന്നത്, കോപ്ലിക് സ്പോട്ട്. ഓക്കെ, ജസ്റ്റ് മൂവ്മെന്റ് ഓഫ് ജോയിൻസ് ഒന്ന് നോക്കാം. ഫ്ലക്ഷൻ ഓഫ് ലെഗ്സ്. ഓക്കെ, ഇത് ഫ്ലക്ഷൻ ഓഫ് ലെഗ്സ്, എക്സ്റ്റൻഷൻ ഓഫ് ലെഗ്സ്, അഡക്ഷൻ ഓഫ് തൈ. കണ്ടോ, അഡക്ഷൻ ഓഫ് തൈ ആഡ് ചെയ്യുവാണ്, ബോഡിയിലോട്ട് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുവാണ്. ദെൻ അബ്ഡക്ഷൻ ഓഫ് തൈ എവേ ഫ്രം ദി മിഡ് ലൈൻ ആണ്. നെക്സ്റ്റ് വൺ റൊട്ടേഷൻ ഓഫ് ആംസ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കറക്കുന്ന ഒരു അവസ്ഥ. സുപ്പിനേഷൻ, കൈ തിരിക്കുകയും മലർത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണ് പ്രൊണേഷൻ, സുപ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ കാലിനെ അകത്തേക്ക് ബെൻഡ് ചെയ്യുന്ന ഇൻവേർഷനും എവേ ഫ്രം ആയിട്ട് ഇൻവെൻറ്റ് ചെയ്യുന്ന ഇവേർഷനുമാണ്. ഓക്കെ, ഇൻവേർഷൻ, ഇവേർഷൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ബ്രീഫായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക.